ഗുഡ് മോർണിംഗ് ഓൾ. എന്റെ പേര് ജോപ്പി മാർക്കോസ്. എല്ലാവർക്കും ഇക്വിറ്റി മാക്സ് റിസർച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 26 മെയ് 2025 തിങ്കളാഴ്ച. എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയ ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് നോക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കഴിഞ്ഞ ട്രേഡിംഗ് ദിവസത്തെ മാർക്കറ്റ് നമുക്കൊരു വിശകലനം നടത്താം. കഴിഞ്ഞ ട്രേഡിംഗ് ദിവസം, അതായത് വെള്ളിയാഴ്ച, ഇന്ത്യൻ മാർക്കറ്റ് ഒരു പോസിറ്റിവിറ്റിയിലാണ് ക്ലോസ് ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 243 പോയിന്റ്സ് അപ്പിലാണ് ക്ലോസ് ചെയ്തത്. ഏകദേശം 24,853 നിഫ്റ്റി ക്ലോസ് ചെയ്യപ്പെട്ടത്. ഏകദേശം നോക്കുകയാണെങ്കിൽ 1% നിയർലി നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 456 പോയിന്റ്, ഏകദേശം 0.83% പോസിറ്റിവിറ്റിയിലാണ് ക്ലോസ് ചെയ്യപ്പെട്ടത്. ഇനി സെൻസെക്സിന്റെ കാര്യം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 769 പോയിന്റ് പോസിറ്റിവിറ്റിയിൽ ക്ലോസ് ചെയ്തു. ഏകദേശം 0.95% പോസിറ്റിവിറ്റിയിലാണ് ക്ലോസ് ചെയ്യപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ നേരിയ തോതിലുള്ള ഒരു ഹൈക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 17.28 ഇപ്പം നിൽക്കുന്നത്. കുറെ പേര് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കടന്നു വരുന്നുണ്ട്, കുറെ പേര് ട്രേഡിംഗിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതിന്റെ ബേസിലാണ് ഇന്ത്യ വിക്സ് നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു കുതിപ്പ് കാണിച്ചിട്ടുണ്ട്. ഇതേപോലുള്ള ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് 3 മണിക്കൂർ മുമ്പ് തന്നെ നമ്മുടെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഈ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റുകൾ കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ അന്നത്തെ ദിവസം ട്രേഡിംഗ് ചെയ്യുക. കാരണം ഗ്ലോബൽ ന്യൂസ് നോക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ ഇന്ത്യയിലെ പല കമ്പനീസിന്റെ റിസൾട്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ പല ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അത് കിട്ടാനായി നിങ്ങൾ ഇപ്പൊ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഡെയിലി ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ കയറാനായി നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്കിൽ ജോയിൻ ചെയ്യുക. ഞങ്ങളുടെ ഡെയിലി ഇടുന്ന ഞങ്ങളുടെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത് ത്രൂ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് നോക്കാം. നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും പല രാജ്യങ്ങളിലും COVID-19 റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാം ഹോങ്കോങ്, ചൈന, സിംഗപ്പൂർ, തായ്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം COVID-19 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ പല എയർപോർട്ടുകളിലും ഇപ്പൊ കോവിഡ് പരിശോധന കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആൾക്കാരെ ഇന്ത്യയിലേക്ക് എടുക്കുന്നത്. അപ്പം കോവിഡ് ഇതേപോലെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ മാർക്കറ്റ് എങ്ങനെയായിരിക്കും നിങ്ങൾ ഒരു വട്ടം കണ്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്രാവശ്യവും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരുമോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം കോവിഡ് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. എത്രമാത്രം ഇന്ത്യൻ മാർക്കറ്റിനെ അഫക്ട് ചെയ്യുമെന്നും അതിന്റെ ഭീതി എത്രമാത്രം ആയിരിക്കുമെന്നും നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അപ്പം എല്ലാവരും ശ്രദ്ധാപൂർവം തന്നെ ഇരിക്കുക. കോവിഡ് എത്രമാത്രം ഇന്ത്യൻ മാർക്കറ്റിനെ അഫക്ട് ചെയ്യുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഇന്ന് ഫെഡ് ചെയർപേഴ്സൺ ആയ ജെറോം പോളിന്റെ സ്പീച്ച് ഉണ്ടായിരിക്കുന്നതാണ്. പല ഗ്ലോബലിനെ പറ്റി സംബന്ധിച്ചിടത്തോളം, യുഎസിലെ പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫെഡ് ചെയർപേഴ്സന്റെ സ്പീച്ചിലൂടെ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. അതിന്റെ ബേസിൽ മാർക്കറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ജെറോം പോൾ സംസാരിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ മാർക്കറ്റിലെ FIDA ഡാറ്റ ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും FISന്റെ ഭാഗത്ത് നിന്ന് 1795 കോടിയുടെ ബൈങ് ആണ് വന്നിട്ടുള്ളത്. DISന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും 300 കോടിയുടെ ബൈങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. ഓവറോൾ നോക്കുവാണെങ്കിൽ 2095 കോടിയുടെ ബൈങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. ഇപ്പൊ ഗ്ലോബലി തന്നെ നോക്കുവാണെങ്കിൽ എല്ലാ ഫോറിനേഴ്സും ഇന്ത്യൻ മാർക്കറ്റിലെ സ്റ്റോക്സ് കാര്യങ്ങളൊക്കെ വൻതോതിലുള്ള ഒരു ബൈങ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിപ്പോ എല്ലാവർക്കും അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യൻ എക്കോണമി ഇപ്പം 4th സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ്. ഏകദേശം നമുക്ക് നോക്കുവാണെങ്കിൽ ജപ്പാനെ മറികടന്ന് ഇപ്പൊ ഇന്ത്യ 4ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം $4.39 ട്രില്യൺ കുതിപ്പാണ് ഇന്ത്യൻ എക്കോണമിയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. നമുക്ക് അടുത്ത പൊസിഷൻ നോക്കുവാണെങ്കിൽ US ആണ് കാണാൻ സാധിക്കുന്നത്. $30.34 ട്രില്യൺ. അതേപോലെ ചൈന $19.53 ട്രില്യൺ. ജർമ്മനി $4.92 ട്രില്യൺ നമുക്കിപ്പം ആദ്യത്തെ 3 പൊസിഷൻസ് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് ഇന്ത്യ ഇപ്പം നിലവിലുള്ളത്. അപ്പം പ്രത്യേകിച്ച് റിസർച്ച് അനലിസ്റ്റുമാരുടെ റിപ്പോർട്ട് പ്രകാരമെല്ലാം വരുന്ന 3 വർഷത്തിനുള്ളിൽ തന്നെ ഈ ഇന്ത്യ 3rd പൊസിഷനിലേക്ക്, ജർമ്മനിയെ മറികടന്ന് 1 പൊസിഷനിലേക്ക് എത്തുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്നെ വലിയൊരു കാര്യം തന്നെയായിരിക്കും, വലിയൊരു മുന്നേറ്റം തന്നെയായിരിക്കും. ആ ഒരു മുന്നേറ്റം നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഓവറോൾ മാർക്കറ്റ് സമ്മറി കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ നോക്കുവാണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ബേസിൽ നമുക്ക് FISന്റെ കാര്യം നോക്കുവാണെങ്കിൽ മീഡിയം ബിയറിഷ്നെസ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്.
അതേപോലെ തന്നെ പ്രൊപ്പറേറ്ററി ഫേംസ് അഥവാ DASനെ പറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ തോതിലുള്ള ഒരു ബുള്ളിഷ്നെസ് ആണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ക്ലയൻസ് അഥവാ റീറ്റെയിലേഴ്സ്, നമ്മളെപ്പോലുള്ള ഓരോ സാധാരണ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആണ് ടു ഒരു ബുള്ളിഷ്നെസ് തന്നെ, ഒരു മൈൽഡ് ബുള്ളിഷ്നെസ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ സെക്ടർ വൈസ് അനാലിസിസ് നോക്കാൻ നേരത്ത് നമുക്ക് കാണാൻ സാധിക്കും FMCG സെക്ടർ ആണ് നല്ല രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി കാണിച്ചത്. ഏകദേശം 1.63% പോസിറ്റിവിറ്റി കാണിച്ചു. അതിനുശേഷം ഫിനാൻഷ്യൽ സർവീസസ് 0.9% പോസിറ്റിവിറ്റിയും IT, എനർജി, മെറ്റൽ സെക്ടേഴ്സ് 0.8% ഒരു പോസിറ്റിവിറ്റിയാണ് നമുക്ക് വെള്ളിയാഴ്ച കാണിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച ആകെ ഒരു സെക്ടർ മാത്രമേ ഉള്ളൂ ചെറിയ രീതിയിലുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അത് നമുക്ക് ഫാർമ സെക്ടറായിട്ട് കാണാം. ഏകദേശം 0.4% ഒരു ഇടിവാണ് ഫാർമ സെക്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ RBI ഇന്ത്യക്ക് ഒരു റെക്കോർഡ് ലാഭവിഹിതമാണ് നൽകുന്നത്. ഏകദേശം 2.69 lakh CR ലാഭവിഹിതമാണ് ഇന്ത്യക്ക് നൽകുന്നത്. അപ്പൊ RBIക്ക് ഇത്ര ഇത് മാത്രം ലാഭം കിട്ടാനുള്ളതിന്റെ കാരണം തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ലോൺ ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഗെയിൻസ്, ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് തുടങ്ങിയവയിലൂടെയുള്ള ലാഭത്തിന്മേലാണ് ഇത്രമാത്രം RBIക്ക് ഇന്ത്യക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം ഇത് സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ബാങ്കിങ് സെക്ടേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ചെറിയൊരു കുതിപ്പ് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട സ്റ്റോക്സിനൊക്കെ നല്ല രീതിയിലുള്ള ഒരു കുതിപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതേപോലെ Q4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഓറോഫിൻ ബിന്ദോ ഫാർമയ്ക്ക് Q4 റിസൾട്ട് റിലീസ് ആവുന്നുണ്ട്. അപ്പം ഈ ഒരു സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്നവരൊക്കെ സൂക്ഷിക്കുക. സ്റ്റോക്ക് പ്രൈസ് സ്റ്റോക്കിന്റെ Q4 റിസൾട്ട് റിലീസ് ചെയ്തതിനു ശേഷം പ്രൈസസിൽ ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് വരാൻ സാധ്യത ഏറെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറെ നാളുകൾക്ക് ശേഷം നമുക്കിപ്പം കുറച്ചൊരു മേജർ IPOs ലിസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ലീല ഹോട്ടൽസ്, അതേപോലെ തന്നെ ഏജീസ് ബോബിക ടെർമിനൽസ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ മാസം 26 മുതൽ 28 വരെ നിങ്ങൾക്ക് ഈ IPOക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു IPO തന്നെയാണ്. നമുക്ക് വരും ദിവസങ്ങളിൽ ഈ IPOയുടെ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ മേജർ സോൺ, അതേപോലെ തന്നെ നമുക്ക് RSI നോക്കുകയാണെങ്കിൽ 59.3 ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബോളിഞ്ചർ ബാൻഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം മിഡിൽ ബാൻഡിന് അപ്പറായിട്ടാണ് ഇപ്പം നിലവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 24,853 ഇപ്പൊ നിലവിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ RSI ഇപ്പൊ നിൽക്കുന്നത് 59.74 അതേപോലെ തന്നെ ബോളിഞ്ചർ ബാൻഡിന്റെ മിഡിൽ ബാൻഡിന് അപ്പറായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു ബ്രേക്ക് ഔട്ട് ലെവലിന് ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് വരും ട്രേഡിംഗ് ദിവസം നമുക്ക് കണ്ടറിയാം. നല്ല രീതിയിലുള്ള ഒരു ബ്രേക്ക് ഔട്ടിന് സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സ് കിട്ടാനായി നിങ്ങൾ ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി രാവിലെ 6 മണി to 6:30 ഇടയിൽ നമ്മൾ ഈ ഒരു പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ദാറ്റ്സ് ഓൾ. സൈനിങ് ഓഫ് ജോപ്പി മാർക്കോസ്.